മഴക്കാലം ഇല്ലാത്തൊരു കാലം നമുക്ക് പറ്റില്ല. മഴക്കാലം എന്ന് പറഞ്ഞാൽ കാലഗതിയിൽ വരുന്ന മാറ്റങ്ങളനുസരിച്ച് ഭൂമിയിൽ വരുന്ന വ്യത്യാസങ്ങളാണ് മഴക്കാലം. അതുപോലെ തന്നെ വേനൽക്കാലമൊക്കെ അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം ഭൂമിയിൽ ഏത് മുളയ്ക്കാത്ത സസ്യങ്ങളും മുളയ്ക്കുന്ന ഒരു കാലം. മിക്കവാറും എല്ലാ സസ്യങ്ങളും മുളയ്ക്കുന്ന ഒരു കാലമാണ് മഴക്കാലം. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ ശരീരത്തിനും മാറ്റങ്ങൾ വരുന്നുണ്ട്. മനുഷ്യൻ പ്രകൃതിക്ക് അനുസരിച്ചല്ല, പ്രകൃതിയെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. പ്രകൃതിയെ അവരുടെ വരുതിയിൽ വരുത്തുന്ന രീതിയിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ശക്തമായ ചൂട് നമുക്ക് വിയർത്തൊലിച്ച് അത്രയും ചൂടിൽ നിന്നാണ് പെട്ടെന്ന് തന്നെ മഴ വരുന്നത്. അപ്പോൾ ശക്തമായ ചൂടാകുമ്പോൾ അപ്പോൾ ഒരു ചട്ടി നല്ല ചൂടാക്കിയുള്ള ഒരു ചട്ടിയിൽ, ചൂടുള്ള ചട്ടിയിൽ വെള്ളം എങ്ങനെ ഒഴിച്ചാൽ ആയിരിക്കും അതുപോലെ മനുഷ്യ ശരീരത്തിലും മാറ്റങ്ങൾ വരും. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് ജീവിക്കാത്തതാണ് പല അസുഖങ്ങളും വരാൻ കാരണം. മറ്റും പക്ഷിമൃഗാദികളൊക്കെ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തും. ഇപ്പോൾ പൂച്ചകൾ പോലും ചിലപ്പോൾ ചില പട്ടികളുമൊക്കെ ചില ചെടികളൊക്കെ ചില അവസരങ്ങളിൽ ഭക്ഷിക്കുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതേമാതിരി മനുഷ്യൻ രോഗം വരുമ്പോൾ മാത്രമേ അവരുടെ ജീവിതചര്യയിൽ മാറ്റം വരുത്തുള്ളൂ. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ചൂടുള്ള ചട്ടിയിൽ വെള്ളം ഒഴിക്കുന്ന പോലെയാണ് പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകും. ആ ഭൂമിയിൽ അതേമാതിരി ഭൂമിയുടെ മണ്ണിന് തന്നെ നമുക്ക് ഒരു ആദ്യം വെള്ളം മണ്ണിൽ വീഴുമ്പോൾ ഒരു പ്രത്യേകം സ്മെല്ലുണ്ടാവും. അതേപോലെ മനുഷ്യ ശരീരത്തിന് മാറ്റങ്ങൾ ആ സമയത്ത് വരുന്നുണ്ട്. ശരീരം ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയാണ് മഴക്കാലം. അപ്പോൾ ഒരു ഋതു മാറി വേറൊരു ഋതുവിലേക്ക് വരുമ്പോൾ ആ ഋതുക്കൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. അത് നമ്മളാരും ചെയ്യാറില്ല. മറ്റു ജീവികളൊക്കെ അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല രാജ്യങ്ങളിൽ പോലും ഇപ്പോൾ ഈ മസൈമാര പാർക്കിലൊക്കെ മൃഗങ്ങൾ കൂട്ടമായി പലായനം ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ സൈബീരിയൻ കൊക്കുകളൊക്കെ നമ്മൾ ഇന്ത്യയിൽ കാണാറുണ്ട്. നമ്മുടെ കോൾപ്പാടങ്ങളിൽ ഓരോ സീസണിൽ വരുന്നുണ്ട്. മനുഷ്യൻ മാത്രം അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും. അതുകൊണ്ട് നമുക്ക് ശരീരബലം ഏറ്റവും കുറഞ്ഞിരിക്കാൻ ഇപ്പോൾ പല രോഗങ്ങളും ഉണ്ടാകുന്നതിന് ഒരു കാരണം അതാണ്. ശരീരബലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുന്നില്ല. പ്രതിരോധശക്തി വരുത്താനായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ മഴക്കാലം, വേനൽക്കാലം, മഞ്ഞുകാലം ഇതാണ് നമ്മൾ കേരളത്തിൽ പൊതുവായിട്ട് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ വേനൽക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴക്കാലം വരുന്നു, അത് കഴിഞ്ഞാൽ മഞ്ഞുകാലമാണ് നമ്മൾ കേരളത്തിൽ പ്രധാനമായിട്ട് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ദിനചര്യ, ഋതുചര്യ എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞു, വേനൽക്കാലത്തിനനുസരിച്ച് ജീവിക്കണം, മഴക്കാലത്തിനനുസരിച്ച് ജീവിക്കണം. ഇത് നമ്മൾ ഭക്ഷണങ്ങളിൽ വ്യത്യാസപ്പെടുത്തണം, നമ്മുടെ ആഹാര രീതികളിൽ വ്യത്യാസപ്പെടുത്തണം, പിന്നെ നമ്മുടെ ഡ്രസ്സുകളിൽ വ്യത്യാസപ്പെടുത്തണം. ഇതൊന്നും മനുഷ്യൻ ചെയ്യാറില്ല. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കുറേ ആൾക്കാർ അതിൽ വ്യത്യാസപ്പെടുന്നു. ഇപ്പോൾ ഋതുചര്യ എന്ന് പറയുന്നത് ഓരോ ഋതുവിലും നമ്മൾ എന്തൊക്കെ വ്യത്യാസം നമ്മൾ വിഹാരങ്ങളിലൊക്കെ ഉൾപ്പെടുത്തണം, ഭക്ഷണത്തിൽ എങ്ങനെ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ദിനചര്യ, ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ അതിരാവിലെ ഉണർന്നെഴുന്നേൽക്കണം, ഇപ്പോൾ പല്ല് തേക്കണം, എത്ര മഴയുള്ള ദിവസമായാലും നമ്മൾ ദിവസവും കുളിക്കണം. ഇപ്പോൾ നല്ല ശക്തമായ മഴയുണ്ടെന്ന് പറഞ്ഞിട്ട് മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങാൻ പാടില്ല. ആ സമയാസമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ മഴക്കാലത്തിൻ്റെ ഒരു പ്രത്യേകത, മഴക്കാലത്താണെങ്കിൽ ആ ഋതുവിൽ ഭക്ഷണം കഴിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. വെള്ളം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്. ഇപ്പോൾ കൂടുതൽ ഇങ്ങനെ വെള്ളം കുടിക്കരുത്. ഈ ദഹനത്തിനനുസരിച്ച് വെള്ളം കുടിക്കാനേ പാടുള്ളൂ. ദഹനശക്തി ക്രമമല്ല മഴക്കാലത്ത്, വർഷ ഋതുവിൽ. അപ്പോൾ ഈ ഋതുക്കൾക്കനുസരിച്ച് അത് ആയുർവേദത്തിൽ മാത്രമേ പറയുള്ളൂ. ആയുർവേദം എന്ന് പറഞ്ഞാൽ കേവലം ഒരു ചികിത്സാ ശാസ്ത്രം മാത്രമല്ല, ജീവിതത്തിൻ്റെ ശാസ്ത്രമാണ്. അതിലെല്ലാം പറയുന്നുണ്ട്. ഓരോ ഋതുക്കൾക്കനുസരിച്ച് എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യണം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഋതുക്കൾക്കനുസരിച്ചുള്ള അതിൽ മാറ്റം വരുത്തണം. ഒരു ദിവസവും ദിനചര്യകളിലും നമ്മൾ വ്യത്യാസപ്പെടുത്തണം. അപ്പോൾ ആയുർവേദം ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ ശീലമാക്കാൻ പറയുന്നതിൻ്റെ ഒരു കാരണം അത് വെറും രോഗത്തിനുള്ള ഒരു ചികിത്സയല്ല, നമ്മൾ രോഗം വരാതിരിക്കാനും ആരോഗ്യം നിലനിർത്താനും പിന്നെ ദീർഘകാലം ആയുസ്സോടുകൂടി ജീവിക്കാനും ഉള്ളൊരു സമ്പ്രദായമാണ്, ജീവിത രീതി കൂടിയാണ് ആയുർവേദം. അപ്പോൾ അങ്ങനെ ആയുർവേദത്തിലാണ് ഈ ദിനചര്യകളും ഋതുചര്യകളെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളൂ. വേറൊരു ചികിത്സാശാസ്ത്രത്തിലും ആ രീതിയിലുള്ളൊരു ഇത് ഇല്ല. ഈ ഋതുസന്ധി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഋതുവിലത്തെ ഈ ഋതുസന്ധി എന്ന് പറയുന്നത്
ഒരു ഋതുവിൻ്റെ അവസാനത്തെ 15 ദിവസവും അടുത്ത വരാൻ പോകുന്ന ഋതുവിൻ്റെ ആദ്യത്തെ 15 ദിവസവും കൂടിച്ചേർന്നതിനാണ് ഋതുസന്ധി എന്ന് പറയുന്നത്. ഈ ഋതുസന്ധിയിലാണ് നമ്മുടെ ആഹാര വിഹാരങ്ങളിലും, അതായത് ജീവിതചര്യകളിലൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഒരു ഋതുവിൽ നിന്നും പതുക്കെ പതുക്കെ അടുത്ത ഋതുവിലെ ആഹാര വിഹാരങ്ങളിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. പെട്ടെന്നൊരു ദിവസം അങ്ങോട്ട് മാറാൻ പാടില്ല. പതുക്കെ പതുക്കെ അത് മാറ്റം വരുത്തണം. ഈ അവസാനത്തെ ഈ കഴിഞ്ഞു പോകുന്ന ഋതുവിൻ്റെ 15 ദിവസവും വരാൻ ഋതുവിൻ്റെ 15 ദിവസവും കൂടിച്ചേർന്നത് തന്നെയാണ് ഋതുസന്ധി എന്ന് പറയുന്നത്. ഈ ഋതുസന്ധിയിൽ നമ്മൾ ജീവിതചര്യകളിൽ പഴയ ഋതുവിലത്തെ, അതായത് കഴിഞ്ഞു പോകുന്ന ഋതുവിലത്തെ ചര്യകളിൽ മാറ്റം പതുക്കെ പതുക്കെ മാറ്റി അടുത്ത ഋതുവിൽ പറയുന്ന ഭക്ഷണക്രമങ്ങളും ജീവിതചര്യകളും ശീലിക്കണം. അത് കൂടിയ ആണ് നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം. ഏറ്റവും ശരീരബലം കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് മഴക്കാലം. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മഴക്കാലം. ഏത് രോഗം വഴിക്കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രതിരോധ ശക്തി ഇല്ലെങ്കിൽ നമ്മൾ കയറി പിടിക്കാൻ അവസരം ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതചര്യകളൊക്കെ കൃത്യമായി ക്രമീകരിച്ച് ജീവിക്കേണ്ട ഒരു സമയമാണ് മഴക്കാലം. മിക്കവാറും എല്ലാ പകർച്ചവ്യാധികളും, നമ്മൾ കേൾക്കാത്ത പേരുകളൊക്കെ ഇപ്പോൾ കേട്ടു തുടങ്ങി. പല തരത്തിലുള്ള പകർച്ചവ്യാധികൾ, പകർച്ചപ്പനികൾ, പിന്നെ ഒരു രോഗത്തിൽ നിന്ന് തന്നെ പലതരം വിവിധ തരത്തിലുള്ള രോഗങ്ങളുണ്ടാവുന്നു. പകർച്ചവ്യാധികൾ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ് മഴക്കാലത്ത്. അത് നമ്മുടെ ഈ ആഹാരവിഹാരങ്ങളിലുള്ളൊരു വ്യത്യാസമാണ് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം നമ്മൾ ശീലിക്കേണ്ട ആഹാരങ്ങളിൽ നിന്ന് മാറ്റം വന്നു. ഇപ്പോൾ എല്ലാവരും ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ്. അതായത് മഴക്കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് പ്രിസർവ് ചെയ്ത ആഹാരങ്ങൾ കഴിക്കരുതെന്നാണ് പറയുക. പാകം ചെയ്ത ഭക്ഷണം അപ്പം തന്നെ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കണം എന്നാണ് പറയുക. ഇപ്പോൾ പകർച്ചവ്യാധികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പകർച്ചപ്പനികൾ, കോളറ, ഡിസെൻട്രി, ഇപ്പോൾ അമീബിക് ഡിസെൻട്രി, പിന്നെ ചുമ, കഫക്കെട്ട്, തുമ്മൽ, ജലദോഷം, പിന്നെ ദഹന സംബന്ധമായുള്ള രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ഒരുവിധ എല്ലാ രോഗങ്ങളും, പിന്നെ വിഷജന്തുക്കൾക്ക് ഏറ്റവും വിഷം കൂടുന്ന ഒരു സമയം കൂടിയാണ് ഈ മഴക്കാലം. പാമ്പൊക്കെ പിടിച്ചാൽ പാമ്പിനൊക്കെ ഏറ്റവും വിഷം കൂടിയ സമയമാണ് മഴക്കാലം. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ വിഷജന്തുക്കൾ കടിച്ചുണ്ടാകുന്ന രോഗങ്ങളും അപകടങ്ങളും ഈ കാലത്ത് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ മഴക്കാലത്ത് വിവിധ തരത്തിലുള്ള പകർച്ചവ്യാധികൾ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല രോഗങ്ങളും മഴക്കാലത്ത് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ മഴക്കാലം ആകുമ്പോഴേക്കും തന്നെ ഇങ്ങനെ പ്രതിരോധ ഔഷധങ്ങളും മഴക്കാലത്തിന് പ്രതിരോധിക്കാനായിട്ട് നമ്മൾ ശീലിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഈ പ്രതിരോധ ഔഷധങ്ങൾ, സസ്യങ്ങൾ ചേർത്തുള്ള ഔഷധ കൂട്ടുകൾ ചേർത്തുള്ള വെള്ളം ഒക്കെ തിളപ്പിച്ച് കുടിക്കുക. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ആര്യവേപ്പിൻ്റെ ഇളം തണ്ടുകൾ മുറിച്ചെടുത്ത് ചതച്ച് അതിൻ്റെ നീര് കുടിക്കുന്നത് പ്രതിരോധ ശക്തി ഉണ്ടാവാൻ നന്നായിരിക്കും. 1 ടീസ്പൂൺ വീതം ദിവസം കഴിക്കുക. ആ ഇളം തണ്ടുകൾ തന്നെ വേണമെങ്കിൽ കഷായം വെച്ച് നമുക്ക് ദിവസവും കുടിക്കുക. അതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ അവർ ചെയ്യുന്ന ഒരു ഇതാണ് കിരിയാത്ത വെള്ളം തിളപ്പിച്ച് കുടിക്കുക. അത് മഴക്കാലമായി അവർ ചെയ്തുകൊണ്ടിരിക്കും. ഇതിന് സംസ്കൃതി തമിഴിൽ പറയാൻ നിലവേമ്പ് എന്നാണ്. നിലവേമ്പ് കിരിയാത്തയ്ക്ക് പറയാം. ഭയങ്കര കയ്പുള്ളതാണ്, കിരാതമായുള്ള തിക്താണ്, അത്രയും കയ്പുള്ളതാണ്. ഇത് പല ക്ലബ്ബുകളും പല സ്ഥാപനങ്ങളും വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് എല്ലാ ദിവസവും കുടിക്കാൻ കൊടുക്കും മഴക്കാലത്ത്. അപ്പോൾ അങ്ങനെയുള്ള വെള്ളം ദിവസം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ലിവറിനും പിന്നെ എല്ലാത്തിനും പനി വരാതിരിക്കാനും പ്രതിരോധ ശക്തി ഉണ്ടാവാനും ഒക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ്. ഇപ്പോൾ കിരിയാത്ത ക്യാൻസറിനും ഡയബറ്റീസിനും ഒക്കെ ഉപയോഗിക്കാമെന്ന് ജപ്പാനിൽ നടത്തിയുള്ള ഒരു പഠനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കിരിയാത്ത വെള്ളം തിളപ്പിക്കുക, അതുപോലെ തന്നെ ദശമൂലം കടുത്രയം വെള്ളം തിളപ്പിച്ച് കുടിക്കുക, ഇന്ദുകാന്തം കഷായത്തിൻ്റെ പൊടി വെള്ളം തിളപ്പിച്ച് കുടിക്കുക, ചിറ്റമൃത്, തിപ്പലിയുടെ വേര്, കുരുമുളക്, ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. അതുപോലെ തന്നെ ബീറ്റ്റൂട്ട്, വെളുത്തുള്ളി ഇതൊക്കെ കൂടുതലായി ഉപയോഗിക്കുക. ഇതൊക്കെ മഴക്കാലത്ത് വരുന്ന രോഗങ്ങളെ തടയാൻ ഉപയോഗപ്പെടുന്നതാണ്. ബീറ്റ്റൂട്ടിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മസിലൊക്കെ സ്റ്റിഫാവാണ്ടിരിക്കാൻ നല്ലതാണ്. ഇപ്പോൾ ലങ്സിൻ്റെ മസിൽ, അതുമാതിരി ഈ തുളസി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇതൊക്കെ ലങ്സിൻ്റെ മസിൽ സ്റ്റിഫാവാണ്ടിരിക്കാൻ ഏറ്റവും നല്ല ഇതാണ്. അതുപോലെ തന്നെ ശുദ്ധമായ തേൻ കുറേശ്ശെ ദിവസം കുടിക്കുന്നതും മഴക്കാലത്ത് ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെ പലതരത്തിലുള്ള നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചികിത്സകളുണ്ട്. അതുപോലെ
ഈ ഇഞ്ചിപ്പുല്ല് ഇഞ്ചിപ്പുല്ല് നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണമായിരുന്ന ഒരു ചെടിയാണ് ഇഞ്ചിപ്പുല്ല്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ അന്വേഷിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അതിരപ്പള്ളി ഭാഗത്തൊക്കെ കുറേശ്ശെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഇഞ്ചിപ്പുല്ല് ഏറ്റവും നല്ലതാണ് മഴക്കാലത്തെ പല രോഗങ്ങളെയും പ്രതിരോധം. ഇഞ്ചിപ്പുല്ലിൻ്റെ ഇല ഒരു 5 ഗ്രാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുക. ഇത് പനി, ചുമ, കഫക്കെട്ട്, ഇപ്പം ദഹന വ്യവസ്ഥ ക്രമപ്പെടുത്താൻ, പിന്നെ പലതരം അസുഖങ്ങൾക്കും, പിന്നെ ഇത് പ്രതിരോധ ശക്തിക്കും നല്ലതാണ് ഇഞ്ചിപ്പുല്ല്. ഏറ്റവും എളുപ്പമായിട്ട് നമുക്കൊരു ഇഞ്ചിപ്പുല്ല്, ലെമൺ ഗ്രാസ് എന്ന ഇംഗ്ലീഷ് പേര്, ഇത് വീട്ടിലൊരു ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ചാൽ കാണാനും ഭംഗിയാണ്, നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും നല്ലതാണ്.